റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. റേസ് ടു സക്സസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് ഏവർക്കും സ്വാഗതം. റേസ് ടു സക്സസിൽ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ സംസാരിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്ന് അധികവും ആളുകളൊന്നും, അല്ലെങ്കിൽ കുട്ടികളൊന്നും, അങ്ങനെ വേണം പറയാൻ, വിദ്യാർത്ഥികളൊന്നും ഇവിടെ പഠിക്കുന്നില്ല, പുറത്തേക്ക് പോകുന്നു. അപ്പം ഇതിൻ്റെ റീസൺ എന്താണ് എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇങ്ങനെയുള്ളൊരു ടൈമിൽ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് പലപ്പോഴായിട്ട് തോന്നുകയാണ്. അപ്പോൾ എന്തായാലും സർ, വെൽക്കം. നമസ്കാരം. ഞാൻ പറഞ്ഞില്ല, ഡോക്ടർ മഹാദേവൻ പിള്ള സാറാണ് എന്നത്തെയും പോലെ തന്നെ റേസ് ടു സക്സസിലുള്ളത്. അപ്പം സർ, ഞാൻ പറയായിരുന്നു, ഒരു ചെറിയ ഇൻട്രൊഡക്ഷനെ കൊടുത്തുള്ളൂ. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ പഠനത്തിനൊപ്പം ഈ ഒരു ജോലി അത് ശരിക്കും ആവശ്യമാണോ സർ? കാരണം പല രാജ്യങ്ങളിലും അതുണ്ട്, പക്ഷേ ഇന്നും കേരളത്തിൽ അതൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അപ്പോൾ ഇത് ആവശ്യമാണോ? പല രാജ്യങ്ങളിലും പഠനത്തിനൊപ്പം തൊഴിലെന്നുള്ള സംസ്കാരം നിലവിലുണ്ട്. ചില രാജ്യങ്ങളിൽ അത് നിർബന്ധിതമാണ്, പഠനത്തിനൊപ്പം തൊഴിൽ ചെയ്തേ പറ്റൂ. ചില രാജ്യങ്ങളിൽ അത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചെയ്യാം, വേണ്ടാത്തവർക്ക് ചെയ്യണ്ട. നമ്മുടെ മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരുമായ വിദ്യാർത്ഥികൾ പലരും ഇന്ത്യക്ക് പുറത്തു പോയി പഠിക്കുമ്പോൾ നിർബന്ധിതമായിട്ട് ഇത് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ചിലയിടത്ത് അവർ ജീവിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നവരുമുണ്ട്. രണ്ട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് നമുക്ക് ഓരോന്നും ആലോചിക്കാം. ഏതൊക്കെ തരത്തിലാണ് ഗുണം, ഏതൊക്കെ തരത്തിലാണ് ദോഷം. പിന്നെ ഇന്ത്യയിൽ ഇത് കുറയാനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരു പേരൻ്റൽ പ്രൊട്ടക്ഷൻ പണ്ട് തൊട്ടേ നിലവിലുണ്ട്. അതായത് രക്ഷിതാക്കൾ കുട്ടികൾക്ക് ഒരു തൊഴിലാകുന്നവരെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുക എന്നുള്ള ഒരു സംരക്ഷണം, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർ മുതിർന്ന്, അതായത് നമ്മൾ ഈ ഒരു പക്ഷിയുടെ കൂട്ടിൽ കുഞ്ഞു പക്ഷികൾ പറന്ന് പോകുന്നവരേക്ക് തള്ളപ്പക്ഷി അല്ലെങ്കിൽ അതിൻ്റെ തന്തപ്പക്ഷി കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുന്ന പോലെ നമ്മുടെ ഇവിടുന്ന് കൂട്ടിൽ നിന്ന് പറന്നു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിൽ കിട്ടി പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു തൊഴിൽ കിട്ടി പോകുന്നവരേക്ക് നമ്മുടെ അച്ഛനമ്മമാർ കുട്ടികളെ സംരക്ഷിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ആവശ്യകത അവർക്ക് തോന്നിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്, മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് അച്ഛനമ്മമാരുടെ കൂടെയാണ് ഇവിടെ തൊഴിൽ കിട്ടിയാലും ചിലപ്പോൾ മക്കൾ താമസിക്കും. മറ്റു പല രാജ്യങ്ങളിലും അങ്ങനെയല്ല. അവർ പല രാജ്യങ്ങളിലും പല പ്രായമാണ്, 16, 17, 18, 19, 20 അങ്ങനെ വയസ്സുകളിൽ അവർക്ക് സ്വതന്ത്രരാകാനുള്ള അനുവാദം. ഇപ്പോൾ അമേരിക്കനൊക്കെ ആണെങ്കിൽ 16 വയസ്സിൽ സ്വാതന്ത്ര്യം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ മേലെ അവകാശമില്ല എന്നാണ്. പിന്നെ രക്ഷിതാക്കൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് നിർബന്ധിക്കാൻ പോലും ആ രാജ്യത്ത് കഴിയില്ല. അപ്പോൾ അവർ സ്വന്തമായിട്ട് ചിലപ്പോൾ മാറി താമസിക്കും. അപ്പോൾ അവർക്ക് ഉപജീവനത്തിന് മാർഗം വേണ്ടി വരും. അപ്പോൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ തൊഴിൽ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ട്. ഇന്ത്യയിൽ അതുകൊണ്ട് അങ്ങനൊരു സമ്പ്രദായം ഇല്ലായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ സാർ. അപ്പം ശരിക്കും ഇങ്ങനെ പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കാര്യപ്രാപ്തി എന്നൊക്കെ പറയില്ലേ, അതായത് കാര്യങ്ങളൊന്ന് വീക്ഷിക്കാനും മനസ്സിലാക്കാനുള്ളൊരു ശേഷി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഈ പഠനത്തിനൊപ്പം തൊഴിൽ ചെയ്യുമ്പോൾ നല്ലൊരു പങ്ക് ആളുകൾക്ക് അതൊരു വാല്യൂ അഡീഷനായിട്ട് വരും. അത് രണ്ട് തരത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യും. ഒന്ന്, അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്രോതസ് അതിൽ നിന്ന് കിട്ടും. മറ്റേതൊരു പെൻസിൽ വാങ്ങണമെങ്കിലും, ഒരു പേന വാങ്ങണമെങ്കിലും, ഒരു പേപ്പർ വാങ്ങണമെങ്കിലും ഒക്കെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങി ചെയ്യണം. ഒന്നൊരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു മിഠായി വാങ്ങിക്കണമെങ്കിലോ ഉൾപ്പെടെ അവർ തരുന്ന പൈസ വെച്ച് ഡിപ്പെൻഡ് ചെയ്യേണ്ടി. ഇതാകുമ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടും. രണ്ടാമത്, വാല്യൂ ഫോർ മണി. അതൊരു നല്ല ലേണിംഗ് ആണ്, ഒരു നല്ല പഠനമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ, പ്രത്യേകിച്ചും കേരളത്തിലെ കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് പണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചൊരു ബോധമില്ല. അതെന്ന് വെച്ചാൽ അവരുണ്ടാക്കുന്ന പണമല്ല. മലയാളിക്ക് അത് വളരെ കുറവായിരുന്നു. കാരണം നമ്മുടെ ഒരു ഫ്ലോട്ടിങ് ഇക്കോണമി ആയിരുന്നു. പണം തന്നെ വിദേശത്തുനിന്ന് വരിക, ഇവിടെ ഉള്ളവരത് ചിലവാക്കുക, സുഭിക്ഷമായിട്ട് ജീവിക്കുക, അങ്ങനൊരു സാമ്പത്തിക സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പണത്തിൻ്റെ മൂല്യം അവർക്കറിയില്ല. പണത്തിൻ്റെ മൂല്യം പഠിക്കുമ്പോൾ തന്നെ അറിയാമെങ്കിൽ, ഈ പണം ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അറിയാമെങ്കിൽ അവർ കൂടുതൽ സീരിയസ് ആവും പഠിത്തത്തിൽ. അപ്പോൾ അതൊരു പോസിറ്റീവ് ചേഞ്ചാണ്. പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അത്ര വലിയ ബുദ്ധിശക്തി പഠനത്തിലില്ലാത്ത വിദ്യാർത്ഥികൾക്ക്
പൂർണ്ണസമയം പഠിച്ചാൽ പോലും പാസ്സാകാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ സമയത്തിൻ്റെ നല്ലൊരു പങ്ക് ഇങ്ങനെയുള്ള തൊഴിലിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പാസ്സാകാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ബഹുജനം പലവിധമാണല്ലോ, വിദ്യാർത്ഥികളും അങ്ങനെ തന്നെയാണ്, പല കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും പഠനത്തിനൊപ്പം തൊഴിൽ ഗുണകരമാവും. ഈ പറഞ്ഞ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് അവരുടെ മേലൊരു ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്യാൻ ഒരു നിയന്ത്രണമായിട്ടിത് വരും. രണ്ടാമത്, അധ്വാനത്തിൻ്റെ വിലയെക്കുറിച്ച്, ഇന്നിപ്പം അധ്വാനത്തിൻ്റെ വിലയെക്കുറിച്ച് പലർക്കും അറിയില്ല. മറിച്ച് ഇവിടുന്ന് ഒരു കുട്ടി ജർമ്മനിയിലോ ഫ്രാൻസിലോ ന്യൂസിലൻഡിലോ പോയി എന്ന് വെച്ചോളൂ, കമ്പൽസറി ആയിട്ട് വർക്ക് ചെയ്യേണ്ട സാഹചര്യമാണുള്ളതെങ്കിൽ, ചില രാജ്യങ്ങളിൽ കമ്പൽസറിയാണ് വർക്ക് ചെയ്യേണ്ട സാഹചര്യമുള്ളവരാണെങ്കിൽ എന്ത് പണിയാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്? ഒന്നുകിൽ ഒരു വീട്ടിൽ പോയി കുഞ്ഞിനെ നോക്കുന്ന പണിയായിരിക്കും, അല്ലെങ്കിൽ ഒരു കടയിൽ പോയി തറ തൂത്ത് കൊടുക്കുന്ന പണിയായിരിക്കും, അല്ലെങ്കിൽ സെയിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹോം ഡെലിവറി ആയിരിക്കും. ഇങ്ങനെ ഏത് ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു ഭാഗികമായ ശാരീരിക അധ്വാനം വരും. രണ്ടാമത്, നമ്മുടെ ഈ നാട്ടിൽ ഈ പറഞ്ഞ ജോലിയൊക്കെ വളരെ മ്ലേച്ഛമായ ജോലിയാണ് കാണുന്നത്. വീട്ടിൽ പോയി തറ തുടയ്ക്കുക, അല്ലെങ്കിൽ കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കുക, അതൊന്നും വലിയ തൊഴിലായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ ആ ഒരു ഈഗോ, ആ ഒരു അഹങ്കാരം അവിടെ ഇല്ലാതാക്കപ്പെടുന്നു. ആ അഹങ്കാരം ഇല്ലാതാക്കപ്പെടുന്നത് നല്ലതാണ്. എന്നാൽ മാത്രമേ അവർക്ക് പഠനത്തിൻ്റെ മൂല്യം മനസ്സിലാവുള്ളൂ. ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എവിടെങ്കിലും എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധം വരുമ്പോൾ പഠനത്തിൽ ഇൻട്രസ്റ്റ് കൂടും. ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികളിൽ പഠനത്തിന് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുടെ എണ്ണം കുറവാണ്. സാമൂഹികമായ നിർബന്ധം കൊണ്ടോ പേരൻ്റൽ പ്രഷർ, അച്ഛനും അമ്മയും നിർബന്ധിക്കുന്നുകൊണ്ടാണ് പല കുട്ടികളും കോളേജിലൊക്കെ പോയി പഠിക്കുന്നത്. അവരുടെ സ്വന്തം ഇൻട്രസ്റ്റ് കൊണ്ട് പഠിക്കുന്നവരുടെ എണ്ണം കുറവാണ്. ഇനി സ്വന്തം ഇൻട്രസ്റ്റ് ഉണ്ടായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ മറ്റു ഫീൽഡിലേക്ക് മാറിപ്പോകുന്നു. മറിച്ച് അധ്വാനിച്ച് പഠിക്കുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് മാറില്ല. കാരണം രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ പണിയെടുത്താലേ പറ്റുള്ളൂ, അത് വിദ്യാഭ്യാസത്തിലും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു ബോധം അവർക്കുണ്ടാവും. അപ്പോൾ അതൊരു ചേഞ്ച് ഓഫ് സോഷ്യൽ സിനേറിയോ ആണ്. നമ്മുടെ സൊസൈറ്റി ഒരു ഐഡിയലിസ്റ്റിക് സൊസൈറ്റി ആയിരുന്നു കാലങ്ങളായിട്ട്. അതെന്ന് വെച്ചാൽ ഒരു സ്പിരിച്വാലിറ്റിക്ക് ഒരു മേന്മ, പണിയെടുക്കാത്തതിനൊരു മേന്മ. സ്പിരിച്വാലിറ്റിക്ക് മേന്മ എന്ന് പറഞ്ഞാൽ എന്താ? ഇരുന്നുകൊണ്ട് ദൈവമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുക, അതാണ് ഏറ്റവും വലിയ മഹത്തായ കാര്യം എന്ന് തോന്നല്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ആരെയാണ്? പിച്ചതുണ്ടെന്ന സന്യാസിമാർക്കായിരുന്നു ഏറ്റവും വലിയ സ്ഥാനം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ വെറുതെ ഇരുന്നു കൊണ്ട് സമ്പത്ത് ഉപഭോഗിക്കുന്ന ആളുകളെ വഴിപോഷിപ്പിക്കാമെന്നുള്ളൊരു സംസ്കാരം അതിലേക്ക് വന്നു. ജ്ഞാനികളെ ആദരിക്കേണ്ടത് തന്നെയാണ്, പക്ഷേ ഇത് ജ്ഞാനിയുമാകുന്നില്ല, ഇത് മടിയന്മാരായി മാറുകയാണ്. ഇപ്പൊ തന്നെ നോക്കൂ, കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഈ ആൺകുട്ടികൾ നല്ലൊരു പങ്ക് മടിയന്മാരായി മാറുക. ഞാൻ മുമ്പ് അവിടെ സൂചിപ്പിച്ച പോലെ കുറേ കഴിയുമ്പോൾ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി ഈ തേനീച്ചക്കൂട്ടിലെ വ്യവസ്ഥിതി പോലെയാവും. തേനീച്ചക്കൂട്ടിൽ ഒരു റാണി ഉണ്ടാവും, കുറേ വേലക്കാരുണ്ടാവും. ഈ വേലക്കാരാണ് വേല ചെയ്യുന്നത്, അത് മുഴുവൻ പെണ്ണീച്ചകളാണ്. മടിയന്മാരുണ്ടാവും, ഈ വേലക്കാർ കൊണ്ട് കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ തിന്ന് വെറുതെ അതിനകത്തിരിക്കുന്നത്. മടിയന്മാരെന്ന് പറഞ്ഞാൽ ആണീച്ചകളാണ്. ഏതാണ്ട് ആ ഒരു സ്ഥിതി ഒരു തേനീച്ചക്കൂട പോലെ ആകുന്നു, പ്രത്യേകിച്ചും കേരളം. ഭാരതത്തിൻ്റെ ഒരു മോഡൽ ഡിഫറെൻ്റ് ആണ്, അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് മാറ്റാൻ കൂടെ പഠിത്തത്തിനൊപ്പം തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അതിന് കൂടുതൽ സാധ്യതകൾ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ആൺകുട്ടികൾക്കാണ് കിട്ടുക. കാരണം പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓഡ് ടൈമിലോ ഒക്കെ പുറത്തിറങ്ങി വർക്ക് ചെയ്യാൻ നമ്മുടെ അന്തരീക്ഷത്തിൽ ആൺകുട്ടികൾക്ക് സാധ്യത കൂടും പെൺകുട്ടികളെക്കാൾ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ ഈ പണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ പെൺകുട്ടികൾക്ക് ബോധം ഇത്തിരി കൂടുതലാണ്, ആൺകുട്ടികൾക്കാണ് ആ ബോധം കുറവ്. അപ്പോൾ അവരിലൂടെ ആ ബോധം ഉണ്ടാക്കാൻ ഈ പഠനത്തിനൊപ്പം തൊഴിൽ എന്നുള്ള രീതി വളരെ ഉപയോഗപ്പെടും. മാത്രമല്ല നമ്മുടെ ഇക്കോണമി, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ അത് വളരെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ സർ, അവിടെ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അതായത് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫിനാൻഷ്യലി കുറച്ചൊക്കെ ഇൻകം നമ്മുടെ കയ്യിൽ വരികയാണെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് മിക്കവാറും ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇത് മിസ്യൂസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കുറച്ച് പേരിൽ അത് മിസ്യൂസിലേക്ക് പോകും. ഇപ്പം ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം പറയാം. ഞാൻ 4 കോളേജുകളിൽ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടുത്തെ എൻ്റെ ഒരു ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പണം ഉണ്ടാക്കുന്ന ചില കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മറ്റു കുട്ടികളെ വഴിതെറ്റിക്കുന്നത്. ഈ മദ്യം വാങ്ങിക്കൊടുക്കുക, സിഗരറ്റ് വാങ്ങിക്കൊടുക്കുക, ചില കേസുകളിൽ മയക്കുമരുന്ന് വാങ്ങിക്കൊടുക്കുക, അതിനൊക്കെയുള്ള സാമ്പത്തിക സ്രോതസ് അവരുടെ ഉണ്ടാവും ഈ ഇങ്ങനെയുള്ള. പക്ഷേ അങ്ങനെയുള്ളവർ ഞാൻ കണ്ടിരിക്കുന്നത് അവർ ഈസി മണി ഉണ്ടാക്കുന്നവരായിരുന്നു. എന്ന് വെച്ചാൽ നല്ല അധ്വാനം ചെയ്ത് പണം ഉണ്ടാക്കുന്നവൻ അങ്ങനെ വെറുതെ ചെയ്യില്ല. മറിച്ച് അധ്വാനം ഇല്ലാതെ പണം ഉണ്ടാക്കുന്ന ചില വിദ്യകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ സൂചിപ്പിക്കുന്നില്ല, കാരണം അതിലേക്കാരും പോകണ്ടെന്നുള്ളതുകൊണ്ട്.
അങ്ങനെ ചെയ്യുന്ന ചില വിദ്വാൻമാർ മറ്റു കുട്ടികളുടെ ഭാവി കൂടി നശിപ്പിക്കുമായിരുന്നു. അത് അപകടകരമാണ്. അതുകൊണ്ട് അത് പക്ഷേ ഒരു ചെറിയ ശതമാനം മാത്രമാണ്. ഈ തൊഴിൽ ചെയ്ത് പഠിത്തത്തോടൊപ്പം തൊഴിൽ ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ ഈ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് പോകാറുള്ളൂ. ബഹുഭൂരിപക്ഷം ശതമാനം. ഇപ്പം എൻ്റെ തന്നെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനൊരു കോളേജിൽ പ്രിൻസിപ്പലായിരിക്കുന്ന സമയത്ത് ആ കോളേജിൽ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി താമസിക്കുന്ന ഒരു ബാർ ഹോട്ടലിലാണ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഇവിടുന്ന് കോളേജിൽ നിന്ന് ഹോട്ടലിലെത്തിയാൽ അയാൾ പിന്നെ അവിടുത്തെ വെയിറ്ററാണ്, സർവീസ് വെയിറ്ററാണ്. അപ്പോൾ വൈകിട്ടൊരു 10 മണി 11 മണിയൊക്കെ ആവുമ്പോൾ അയാൾക്ക് പണി കഴിഞ്ഞ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ വിദ്യാർത്ഥി ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വിദ്യാർത്ഥിയെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. ഞാൻ ആ വിദ്യാർത്ഥിയെ വിളിച്ചിട്ട് അയാളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ? അതെനിക്ക് അച്ഛനില്ല, അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ എനിക്ക് പഠിക്കണം, അതുകൊണ്ട് ഞാനിത് കുറേ നാളായി തുടങ്ങിയിട്ട് 14 വയസ്സിലേ തുടങ്ങിയതാണെന്ന്. അപ്പോൾ അയാൾ അങ്ങനെ ജീവിച്ചുകൊണ്ടാണ് അയാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ വരെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കോളേജിലെ ഫീസ്, പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജായിരുന്നു അത്, അതിൽ ഫീസ് തന്നെ വലിയൊരു തുക വരുന്നുണ്ട്. അതൊക്കെ അയാൾ ഈ പൈസ എന്നാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കൗതുകമായി. അപ്പോൾ ബാറിൽ ജോലി നിൽക്കുകയല്ലേ. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ബാറിൽ നിൽക്കുമ്പോൾ മദ്യപിക്കാനുള്ള പ്രേരണ ഉണ്ടാവും? ഇല്ല സാർ, എനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ മദ്യപിക്കാറില്ലെന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ബാറിൽ നിൽക്കണമെന്ന് തോന്നി? വേറെ പണിയൊന്നും കിട്ടാഞ്ഞിട്ടാണ്? അല്ല, ഇവിടെ മാത്രമേ കണക്കില്ലാതെ പണം കിട്ടുള്ളൂ. കാരണം ഈ ശമ്പളം കൂടാതെ ഒരുപാട് ടിപ്പ് കിട്ടും. ബാറിൽ വരുന്ന കസ്റ്റമേഴ്സ് പലരും ചിലപ്പോൾ വലിയ നോട്ടുകളൊക്കെ എടുത്ത് ഇവന് കൊടുക്കും. മനസ്സിലായില്ലേ? അത് വേറെ എവിടെയും കിട്ടില്ല. കാരണം ഈ അബോധാവസ്ഥയിൽ ചെയ്യുന്ന ക്രിയകളാണ് ഇതൊക്കെ പലതും. അതുകൊണ്ട് അവനത് അറിയാം. അതുകൊണ്ടാണ് എൻ്റെ കുടുംബം പുലർത്തുന്നതും ഞാൻ പഠിക്കുന്നതും എല്ലാം ഈ ചെലവിലാണ്. സാധാരണഗതിയിൽ ഒരു ഹോട്ടലിൽ വെയിറ്ററായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ്? വളരെ കുറച്ച്. അപ്പോൾ ബാർ ഹോട്ടലാകുമ്പോൾ അതിൻ്റെ ഇൻകം കൂടുതലാണ്. പിന്നെ ഇയാൾ താമസിക്കുന്ന ഹോട്ടൽ ആ കോളേജിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഒരു ബൈക്കും ഉണ്ട്. അപ്പം പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് കോളേജിലെത്താൻ പറ്റും. കോളേജ് വിട്ടാൽ പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും. അപ്പോൾ എപ്പോഴാണ് പഠിക്കുന്നത്? അതയാൾ പറയുന്നുണ്ട്, ഇതിനിടയ്ക്ക് സമയം കിട്ടും. ഈ തൊഴിൽ ചെയ്യുന്നതിനിടയ്ക്ക് അയാൾക്ക് സമയം കിട്ടും. കാരണം ഒരു ബാർ ഹോട്ടലാണെങ്കിൽ വൈകിട്ട് ഇപ്പോൾ 4:30 എത്തിയാൽ ബാറിൽ മിക്കവാറും ആളുകൾ എത്തുമ്പോൾ 8-9 മണിയൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് ചെറിയ വർക്കുകളുണ്ടെങ്കിൽ അതിനിടയ്ക്ക് പഠിക്കാനും പറ്റും. അപ്പോൾ അതിനിടയ്ക്ക് അയാൾ പഠിക്കുന്നുണ്ട്. ഡിഗ്രി എടുത്ത് പാസ്സായിപ്പോയി. ഇനി എനിക്ക് തന്നെ അറിയാവുന്ന മറ്റൊരു വിദ്യാർത്ഥി പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന ജോലി പാർട്ട് ടൈമായിട്ട്. അപ്പോൾ ജോലി ഏത് ചെയ്യുന്നു എന്നുള്ളതല്ല, ജോലി ചെയ്യാനുള്ളൊരു സന്നദ്ധത ഉണ്ടെങ്കിൽ എല്ലാവർക്കും. ഇപ്പോൾ ഒരു പ്രക്രിയ വന്നിട്ടുണ്ട്. ഇപ്പോൾ പല പട്ടണങ്ങളിലും ഈ സദ്യ വിളമ്പാൻ പോവുക, അതുപോലെ പെട്രോൾ പമ്പുകളിൽ പോവുക, കൗണ്ടറുകളിൽ സെയിൽസ് ബോയ് ആയിട്ട് നിൽക്കുക, ഇതൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇന്ന് രാവിലെ 9 തൊട്ട് 4 വരെ അല്ലെങ്കിൽ 10 തൊട്ട് 5 വരെ ക്ലാസ്സുകൾ നടക്കുമ്പോൾ ഈ കുട്ടികൾ ക്ലാസ് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെയുള്ള തൊഴിലിന് പോകുന്നത്. അതുകൊണ്ട് ആ സമ്പ്രദായം മാറ്റി, അതിപ്പോൾ കേരള സർക്കാർ തന്നെ ആലോചിച്ച് തുടങ്ങുന്നത്, രാവിലെ 8 തൊട്ട് 1 വരെ 5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ആ കുട്ടിക്ക് തൊഴിലെടുക്കാൻ പോകാൻ പറ്റുമെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള തൊഴിലിന് പോകാൻ പറ്റും. അപ്പോൾ പല രാജ്യങ്ങളിലും അങ്ങനെ സിസ്റ്റം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ സെലക്റ്റീവ് ക്രെഡിറ്റ് കോഴ്സസ് എന്നുള്ള സിസ്റ്റം ഉള്ളിടത്ത് നമുക്ക് സമയത്തിന് സൗകര്യമുള്ളതനുസരിച്ച് ആ സമയത്തുള്ള കോഴ്സുകൾ എടുത്താൽ മതി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മിക്കവാറും കമ്പൽസറി കോഴ്സസ് ആണ്. അതുകൊണ്ട് ഒരു കുട്ടിക്ക് രാവിലെ 9 മണിക്ക് കോളേജിലെത്തിയാൽ ചിലപ്പോൾ വൈകിട്ട് 4-4:30 വരെ അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ അവന് പാർട്ട് ടൈം ജോലി പിന്നെ അതും കഴിഞ്ഞിട്ട് 6 മണിക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ ഒന്ന് മാറ്റിമറിച്ചാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ പാലക്കാട്, ഇപ്പോൾ കഞ്ചിക്കോട് ഭാഗത്ത് ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞൊരു 2 മണിയോടുകൂടി ഒരാൾക്ക് അവിടെ എത്തി വൈകിട്ട് 7 മണി വരെ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ചിലപ്പോൾ സ്വീകരിക്കാൻ തയ്യാറാവും. വൈകിട്ട് 5 മണിക്കോ 6 മണിക്കോ എത്തിയിട്ട് ചെല്ലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. എനിക്ക് തന്നെ ഒരു ചെറിയ അനുഭവം ഉണ്ടായി ഞാൻ പറയാം. ഒരു സർക്കാർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരൻ, അയാൾക്ക് ഭയങ്കരമായ സാമ്പത്തിക വിഷമമാണ്. അയാൾ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടും, നഴ്സിംഗ് അല്ല മറ്റേ ഈ പാരാമെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ളതാണ്, ടെസ്റ്റിംഗ്, ലാബ് ടെസ്റ്റിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്ക് എവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊരു ഡോക്ടറെ വിളിച്ചു. കാരണം അയാൾക്ക് ഈ കിട്ടുന്ന ശമ്പളം കൊണ്ട് അയാൾ ഒരു താൽക്കാലിക ജോലിയിലാണ് ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. വളരെ നിസ്സാര ശമ്പളമുള്ളൂ, അതുകൊണ്ട് കുടുംബം പുലർത്താൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ വളരെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറെ വിളിച്ച് ചോദിച്ചു, ഇയാൾ ലാബ് ടെസ്റ്റിംഗ് അതൊക്കെ ചെയ്യാൻ ക്ലിനിക്കൽ പരിചയമുള്ള ആളാണ്, ഇയാൾക്കൊരു പാർട്ട് ടൈം ജോലി. അപ്പോൾ എപ്പോഴാണ് പാർട്ട് ടൈം ജോലി കൊടുക്കുക? അത് വൈകിട്ട് 6 തൊട്ട് രാത്രി 11 മണി വരെ അയാൾ തയ്യാറാണ് ചെയ്യാൻ. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ആ ഒരു സമയത്തേക്ക് ജോലിക്ക് വേണ്ടി ഒരു ഡോക്ടർമാരും ആളെ എടുക്കാൻ പോകുന്നില്ല. കാരണം ഡോക്ടർമാർക്ക് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്ന പകലാണ്. വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ട് ഈ പേഷ്യൻസിനൊന്നും ഉണ്ടാവില്ല. ഇതേ പ്രശ്നം തന്നെ വിദ്യാർത്ഥികൾക്കും പറ്റുന്നുണ്ട്. ഇവർ വൈകിട്ട് 6 മണി കഴിഞ്ഞ് ജോലിക്ക് പോകാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വല്ല ഈ സ്വിഗ്ഗിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ സമയം നമ്മൾ ക്രമീകരിച്ചില്ലെങ്കിൽ തൊഴിൽ വിദ്യാഭ്യാസത്തിനൊപ്പം ചെയ്യാൻ ഇന്ത്യയിൽ സാധ്യമല്ല. പക്ഷെ അങ്ങനെ ഒരു തൊഴിൽ സംസ്കാരം നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പാഠ്യക്രമം മാറ്റണം. പല രാജ്യങ്ങളിലും ഉള്ള പോലെ ഇപ്പോൾ ന്യൂസിലൻഡിലൊക്കെ പല കോളേജുകളിലും ഫോർനൂൺ മാത്രമേ സെഷൻസ് ഉള്ളൂ. ആഫ്റ്റർനൂൺ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ചിലയിടത്ത് തിരിച്ചുണ്ട്, ഫോർനൂൺ ഫ്രീ ആണ്, ആഫ്റ്റർനൂൺ അവർക്ക് പോയി കോളേജിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും പഠിച്ച് പാസ്സായൊക്കെ ചെയ്യാം. പിന്നെ അവിടെ കമ്പൽസറിയാണ്, അവിടെ ചില കോഴ്സുകളിലൊക്കെ തൊഴിൽ ചെയ്യണമെന്നുള്ളത് കമ്പൽസറിയാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടു കൊടുത്താൽ മാത്രമേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഇത്ര നാൾ ഇന്ന ശമ്പളത്തിൽ ഇന്നിടത്ത് തൊഴിൽ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ചില യൂണിവേഴ്സിറ്റികൾ അവർ തന്നെ തൊഴിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ തൊഴിൽ റെക്കോർഡ് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയുണ്ട്. ഓക്കെ സാർ, ഈ പറഞ്ഞപ്പോൾ അനുഭവമൊക്കെ പറഞ്ഞ സമയത്താണ് ഞാൻ ഓർത്തത്, ഇവിടെ അഹല്യയിൽ എനിക്ക് തോന്നുന്നു കുറേ കുട്ടികൾ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. പലയിടങ്ങളിലായിട്ട് അവർക്ക് ഈ ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. കുറച്ച് വലിയ കുട്ടികളാണ്, സ്കൂൾ 6 ലെവലൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ്. ഇപ്പോൾ ഞാൻ ദീർഘകാലം അഹല്യയിലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്, അഹല്യയിൽ ഇപ്പോൾ കുറേ പെൺകുട്ടികൾ എൻ്റെ അടുക്ക് വന്നിട്ട് ഇതുപോലെ പാർട്ട് ടൈം ജോലി വല്ലതും, കാരണം സാമ്പത്തിക വിഷമം കൊണ്ടാണ്, ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കണ്ടേ. അവർക്കുണ്ടായ ഒരു വലിയ ബുദ്ധിമുട്ട്, അവർക്ക് സ്വന്തമായിട്ട് വണ്ടികളില്ല. അപ്പോൾ ഈ ആൺകുട്ടികൾ കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള തൊഴിലുകൾ ഫ്രീ ടൈമിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെല്ലാം വാഹനങ്ങളുള്ളവരാണ്. കാരണം ഈ ബസ്, കോളേജ് ബസ്സിന് പോയി ഒരിടത്ത് എത്തിച്ചേർന്ന് അവിടെ നിന്ന് മറ്റൊരു വാഹനം പിടിച്ച് എത്തിച്ചേർന്ന് അതൊന്നും പ്രായോഗികമല്ല. അപ്പോൾ ഇത് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകന്ന് കിടക്കുന്നതുകൊണ്ടാണ്. ഇവിടുന്ന് ടൗൺ ഏരിയയിലേക്കോ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കോ എത്താൻ കുറച്ച് സമയം എടുക്കുന്നുള്ളതുകൊണ്ടാണ്. മറിച്ച് മെയിൻ റോഡ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ കുറേ കാലം ശ്രീചിത്ര എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു. ശ്രീചിത്ര എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേയുടെ തൊട്ടാണ്, നാഷണൽ ഹൈവേ ആണ് അതിൻ്റെ ഒരു സൈഡ്. അപ്പോൾ ആ കോളേജിലെ കുട്ടികൾ, വെൽ ടു ഡു ആയിട്ടുള്ള ഫാമിലിയിലെ കുട്ടികളും പല സ്ഥലത്തും പോയി ജോലി ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏത് സമയത്തും ബസ് കിട്ടും, മിനിറ്റും ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ഹൈവേ. അപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഉച്ചയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർ അങ്ങനെ ഉച്ചയ്ക്ക് ക്ലാസ് കളഞ്ഞിട്ട് പോകും. കാരണം കോളേജുകളിലൊക്കെ മിനിമം 75% അറ്റൻഡൻസ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 4/1 ക്ലാസ്സുകൾ അവർക്ക് ബങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് പോകുന്നത്, അങ്ങനെ കുറേ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഉച്ചയ്ക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങുമ്പോൾ ബസ് സ്റ്റോപ്പിലൊരു പെൺകുട്ടി നിൽക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടിയാണ് എന്നോട് പോകാമെന്ന് ചോദിച്ചപ്പം, ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് സാർ, അവിടെ ഇന്ന് ഹാഫ് ഡേ വർക്ക് അവിടെ വേണമെന്ന് പറയും. സാറിന് ഞാൻ വൈകിട്ടാണ് പോകാറ്, ഇന്ന് അവർക്ക് ഉച്ചയ്ക്ക് കൂടി ചെയ്യണമെന്ന് പറയും. എന്തോ മന്ത് ആൻഡ് ക്ലോസിങ് അങ്ങനെ എന്തോ ആണ്, അതിനുവേണ്ടി പോവുക. അപ്പോൾ ക്ലാസ് കളഞ്ഞിട്ട് പോകണം. ആ അറ്റൻഡൻസ് പോയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ ഇങ്ങനെയുള്ള അറ്റൻഡൻസ് കളയുന്നത് വെറുതെ ചുറ്റിക്കറങ്ങി നടക്കാനോ സിനിമ കാണാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പട്ടണത്തിൽ ഉള്ളവർക്ക് ഇതിന് സൗകര്യം കൂടുതലാണ്. അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിന്, പിന്നെ അഹല്യയെ സംബന്ധിച്ച് ഒരു കാര്യമുണ്ട്, വേണമെങ്കിൽ ഇവിടെ പഠിക്കുന്നവർക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ അത് മുമ്പ് ചിലരങ്ങനെ ചെയ്തതായിട്ട് എനിക്കറിയാം. പക്ഷെ അതത്ര വ്യാപകമായിട്ട് കാണുന്നില്ല. ഒന്നാമത് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ചില പ്രത്യേക ടൈമിൽ മാത്രമേ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയൂ. ഇപ്പോൾ ഒരു ആങ്കർ, ഇപ്പോൾ റേഡിയോ ജോക്കിയുടെ ഒരു പണി ചെയ്യാൻ വേണ്ടി ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടി തയ്യാറാണെങ്കിൽ ക്ലാസ്സുള്ള സമയത്ത് കുട്ടി ഇതിനകത്ത് എൻ്റർടൈൻ ചെയ്യാൻ കഴിയില്ലല്ലോ. ഇവിടെ മുമ്പ് റേഡിയോ ജോക്കിയായിട്ട് പഠിക്കുന്ന കുട്ടികൾ വരാറുണ്ടായിരുന്നു. പക്ഷെ അവർ ഫ്രീ ടൈമിലാണ് വരുന്നുണ്ടല്ലേ. രാവിലെ നേരത്തെ വരും, അല്ലെങ്കിൽ വൈകിട്ട് ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് ഇല്ലാത്ത സമയത്ത് വരും. പക്ഷെ ഇതിലൊക്കെ രസകരമായ ഒരു കാര്യം, ഇപ്പോൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ കാര്യം നോക്കൂ. ഞാനിവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പലായിരുന്നുകൊണ്ട് ഞാൻ കൃത്യമായി പറയാം, ഒരു വിദ്യാർത്ഥിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 100 ദിവസമേ ക്ലാസ്സിലിരിക്കേണ്ടി വരാറുള്ളൂ പരമാവധി. അപ്പോൾ ബാക്കി 265 ദിവസവും അയാൾ ഫ്രീ ആണ്. പല പല കാരണങ്ങളുമുണ്ട്, വീക്കെൻഡ്, അതുപോലെ സ്റ്റഡി ലീവ്, എക്സാമിനേഷൻസ്, ഇങ്ങനെയൊക്കെ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഏകദേശം 4/3 ഭാഗത്തോളം അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിരുത്തിയാൽ പറ്റും. ഈ വേണമെങ്കിൽ ചെക്ക വേരിലും കഴിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥിതിയാണ് ഇതിലുള്ളത്. അപ്പോൾ തൊഴിൽ ചെയ്യണമെന്നൊരു കുട്ടിക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. ഞാനിപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് വിട്ടതിന് ശേഷം എൻ്റേതായിട്ട് ചില ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിൽ ചെയ്യുന്നവരെല്ലാം വീട്ടിലിരുന്നാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികളുണ്ട്, ഡോക്ടറേറ്റ് ലെവലിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരുണ്ട്. അവർക്കൊക്കെ വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്തോളും. അവർക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റും കൊടുക്കും. അവർ എൻ്റെ ഓഫീസിലേക്കോ എൻ്റെ അടുക്കിലേക്കോ വരേണ്ടതില്ല. ഓരോരുത്തരുടെ ക്വാളിറ്റി അനുസരിച്ച് അവർക്കുള്ള വർക്കുകളുണ്ട്. ആ ഒരു സിസ്റ്റം ഇനി വികസിക്കപ്പെടും. എന്താണെന്ന് വെച്ചാൽ ഇനി ഓഫീസ് വർക്കുകൾ ഓഫീസിൽ ഇരുന്ന് ചെയ്യണം എന്നൊരു നിർബന്ധമില്ലാത്ത സ്ഥിതിയിലേക്ക് വരും. അത് വീട്ടിലിരുന്ന് ചെയ്തിട്ട് ഓൺലൈനായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചെറിയ
എനിക്കൊരു 10,000 മെയിൽ അയക്കാനുണ്ട്, അത് അയക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. ഈ 10,000 മെയിൽ അയച്ചതിൻ്റെ പ്രൂഫ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. അയാളത് എവിടെ നിന്ന് അയച്ചു, അല്ലെങ്കിൽ അതുപോലെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുക. മുമ്പ് തന്നെ ഈ കോൾ സെൻറ്റേഴ്സ് ഉണ്ട്. ഈ കോൾ സെൻറ്റർ എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു ചെറിയ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് തന്നെ പറയാം. എനിക്ക് വരുന്ന കോളുകൾ ഒരാൾ അറ്റൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറിയ ബുക്കിനകത്ത് എപ്പോൾ കോൾ വന്നു, എന്താണ് പർപ്പസ് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം എത്ര കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഈ കോൾ സെൻറ്ററിൽ പോയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈ കോളുകൾ അറ്റൻഡ് ചെയ്യുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്താൽ അയാൾക്ക് അതൊരു ജോലിയായി. വീട്ടിലിരുന്നെന്ന് പറഞ്ഞത് ജോലിയല്ലാതാകുന്നില്ല. ആ ഒരു സംവിധാനത്തിലേക്ക് ഇനി വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പണിയെടുക്കും. ഞാനീ പറഞ്ഞ ജോലികളൊക്കെ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റും. ശരിയാണ്. അപ്പോൾ സർ, അവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട്. അതായത് സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കാം മേ ബി കുട്ടികളൊക്കെ ഈ ജോലിക്കൊക്കെ പോകുന്നത്. അപ്പോൾ ശരിക്കും ഇവരത് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിർബന്ധിച്ച് ചെയ്തു പോകുന്നതാണോ? ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന കുറച്ച് കുട്ടികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിൽ ഒരു റോബോട്ട്സ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഒരു ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥി ഇഷ്ടപ്പെട്ട് പോയി ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരിക്കും. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സർവീസ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു വിദ്യാർത്ഥി ഇഷ്ടപ്പെട്ട് പോയി നിന്ന് ചെയ്യുന്നത്. പക്ഷെ ചില പണികൾ അവർ ചെയ്യുന്നത് ഇഷ്ടത്തോടു കൂടിയല്ല. ഉദാഹരണത്തിന് ഈ പണിയിലും നമുക്കൊരു സാംസ്കാരിക വ്യതിയാനമുണ്ട് പാശ്ചാത്യ നാടുകൾ വെച്ചിട്ട്. ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുന്നതോ, ഒരു വീട്ടിൽ പോയി ഒരു ഫുഡ് ഡെലിവറി ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരു ബാറിൽ ക്ലീനിങ് ചെയ്യുന്നതോ ഒന്നും ഒരു റെസ്പെക്റ്റഡ് ജോബല്ല. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ, പാശ്ചാത്യ നാടുകളിൽ അങ്ങനെയില്ല. പാശ്ചാത്യ നാടുകളിൽ ചിലപ്പോൾ ഒരു എഞ്ചിനീയറേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ഡ്രൈവർ ഉണ്ടാവും. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനൊരിക്കൽ ഫ്രാൻസിലായിരുന്നു എൻ്റെ ഓർമ്മ. അതെ, ഫ്രാൻസിലാണ്, പാരീസിലാണ്. അത് വളരെ രസകരമായി തോന്നിയത് എനിക്കത്. ഞാനിന്നൊരു ടൂർ ഗ്രൂപ്പിലാണ് പാരീസിൽ പോയിരുന്നത്. അപ്പോൾ പാരീസിൽ അതിൽ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഒരു ബസ് ഉപയോഗിച്ചു. അപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച് 10 മണിക്കൂറിൽ കൂടുതൽ ഒരു ഡ്രൈവർ ബസ് ഓടിക്കാൻ പാടില്ല. ബസ് ഓടിച്ചു കഴിഞ്ഞാൽ അവർ ശിക്ഷാർഹരാണ്. അപ്പം അത് വർക്ക് എത്തിക്സിൻ്റെ ഒരു ഭാഗമാണ് അവിടെ. അപ്പോൾ എന്ത് പറ്റി, 10 മണിക്കൂർ കഴിഞ്ഞ് ഇയാൾ എല്ലാവരെയും ഹോട്ടലിൽ കൊണ്ടുവിട്ടിട്ട് അയാൾ മാറി. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ചിലർക്കറിയാവുന്ന പാരീസ് ബൈ നൈറ്റ് ഒരു ഭയങ്കര അട്രാക്ഷനാണ്. രാത്രിയിൽ പാരീസ് കാണുക എന്ന് പറയുന്ന ഒരു ആകർഷണമാണ്. അപ്പോൾ രാത്രിയിൽ പാരീസ് കാണണമെങ്കിൽ അപ്പോൾ വേറെ വണ്ടി പിടിക്കണം. അപ്പോൾ ഒരാൾക്ക് തോന്നി, ടൂർ ഗൈഡ് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് ഇയാളോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ ഇയാളോട് തന്നെ ചോദിച്ചു നോക്കിക്കഴിഞ്ഞപ്പം അയാൾ എന്തോ ഒരു തുക പറഞ്ഞു. ആ തുകയാണെങ്കിൽ ഞാൻ വരാം, ഓഫ് ദ റെക്കോർഡ്. മനസ്സിലായില്ലേ? അതായത് ഈ ബസ്സിലെ അവിടെ ബസ്സിനകത്ത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്. ബസ് എത്ര മണിക്കൂർ ഓടിയെന്ന് റെക്കോർഡ് കിട്ടും. അത് ഓഫ് ചെയ്തിട്ട് അയാൾ വരാമെന്ന് പറയുന്നത് അതേ ബസ് കൊണ്ട് തന്നെ. പക്ഷെ അയാളൊരു തുക പറഞ്ഞു. ഞാൻ ആ തുക കണക്കൂട്ടി നോക്കിയപ്പം ഇവിടുത്തെ കണക്കിൽ ഏതാണ്ട് 8 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ എല്ലാരും കൂടെ വിധിച്ച് അത്രയും കൊടുത്തു. ആ രാത്രി ഞങ്ങളെയും കൊണ്ട് അയാൾ കറങ്ങി, പാരീസ് മൊത്തം കറങ്ങി. ഒരുപാട് സമയം എടുത്തു. ഫുള്ളി റിലാക്സ്ഡ്. അയാൾക്ക് എത്രയോ മാസങ്ങൾ കിട്ടുന്ന ശമ്പളം ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയൊക്കെ ഈ ഡ്രൈവർ ആയതുകൊണ്ട് അയാൾക്ക്, നമ്മളിവിടെ ഒരു ഡ്രൈവർക്ക് അങ്ങനെ പേയ്മെന്റ് കൊടുക്കും. അതൊരു നെസസിറ്റി കൊണ്ട് കൊടുത്തു. എന്ന് വെച്ചാൽ അവിടെ വണ്ടി ഹയർ ചെയ്ത് രാത്രിയിലത്തേക്ക് വരുത്തണമെങ്കിൽ ഏതാണ്ട് അതിൽ കൂടുതൽ കോസ്റ്റ്. മാത്രമല്ല ഇയാൾ കുറച്ച് ദിവസമായിട്ട് നമ്മളുമായിട്ട് ഫെമിലിയറുമാണ്. ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അയാൾ ഫെമിലിയറാണ്. അത്രയും വലിയ തുക അയാൾക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടുകയാണ്. അപ്പം ഇതുപോലെയാണ്. അതിന് നമ്മുടെ നാട്ടിലെ രൂപയുടെ മൂല്യം ഉണ്ടാവില്ല, കുറച്ച് കുറവായിരിക്കും. എങ്കിലും ഇതുപോലെയാണ് പല തൊഴിലുകൾ. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ ഒരു അടുത്ത ബന്ധു പ്ലംബിംഗ് സൂപ്പർവൈസറാണ് ഗൾഫിൽ. ആ പ്ലംബിംഗ് സൂപ്പർവൈസർക്ക് അവിടെ കിട്ടുന്ന അതിൽ നല്ലൊരു പങ്ക് ഇവിടുന്ന് ബിടെക് എംടെക് ഒക്കെ കഴിഞ്ഞ് പോയ എഞ്ചിനീയർമാരാണ്. അപ്പോൾ പ്ലംബിംഗ് സൂപ്പർവൈസർ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു മീനിയൽ ജോബാണത്. പ്ലംബിംഗ് എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, പൈപ്പുകൾ കണക്ട്. പക്ഷേ അവിടെ അത് ഒരു ഹൈലി പെയ്ഡ് ജോബാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ തൊഴിലിൻ്റെ വ്യതിയാനം നമ്മുടെ സംസ്കാരവുമായിട്ട് ഏകദേശം ബന്ധപ്പെട്ട് കിടക്കും. നമുക്ക് ചില ജോബുകൾ മീനിയൽ ജോബ്, അത് ഈ മോശപ്പെട്ട പണിയാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം വളരെ സിമ്പിളായിട്ട് തലച്ചുമട് എടുക്കണമെങ്കിൽ ഇവിടെ ഏറ്റവും ഗതിയില്ലാത്തതിനെ തലച്ചുമട് എടുക്കുള്ളൂ. മറിച്ച് അങ്ങനെയുള്ള ഒരു രാജ്യത്താണെങ്കിൽ തലച്ചുമട് എടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ കൂലി ഉണ്ടാവും. ചിലപ്പോൾ ശാരീരിക അധ്വാനത്തിന് കൂലി കൂടുതലാണ്. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലുള്ള പലർക്കും അവരുടെ ശമ്പളം കൊണ്ട് ഒരു സെർവൻറ്റിനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ ഒരു സെർവൻറ്റിനെ. അപ്പോൾ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എടുത്താൽ മതി. ഇവിടെ ചില തൊഴിലുകൾ അങ്ങനെ നമ്മളങ്ങ് കരുതുകയാണ്. ചെറിയ ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ നമ്മൾക്ക് ഇഷ്ടം പോലെ നേഴ്സസും മിഡ്വൈസും അവരൊക്കെ ഉണ്ട്. ഡോക്ടർമാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ ഒരു സ്ഥിതി നോക്കൂ. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിന് 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് സാലറി ഉണ്ടാവും. ഒരു ക്വാളിഫൈഡ് നേഴ്സിന്
15,000 മുതൽ 25,000 വരെ ആയിരിക്കും ശമ്പളം. മറിച്ച് പല വിദേശ രാജ്യങ്ങളിലും തുല്യ ശമ്പളമാണ് ഇവർക്ക് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ തൊഴിൽ സംസ്കാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് തൊഴിൽ ചെയ്യാൻ പല കുട്ടികളും മുന്നോട്ട് വരാത്തത്. അവർക്ക് അതിലൊരു തൊട്ടുകൂടായ്മ, ഇത് നമുക്ക് പറ്റിയതല്ല എന്നൊരു തോന്നൽ. പക്ഷേ ഇവർ തന്നെ കേരളത്തിൻ്റെ പരിധി വിട്ടിട്ട്, ബോർഡർ വിട്ടിട്ട് അന്യരാജ്യങ്ങളിൽ പോകുമ്പം ഇതങ്ങ് മാറുന്നുണ്ട്. ശരിയാണ്. ഓക്കെ, അപ്പം പഠനത്തിനൊപ്പം ജോലി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കേട്ടത്. അപ്പം സൂൺ അല്ലേ, കുറച്ച് കാലം കഴിയുമ്പം ഇതൊക്കെ കുറച്ച് മാറി, ഈ പറയുന്ന പഠന അന്തരീക്ഷമൊക്കെ മാറി ജോലി ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ സർ? അത് തീർച്ചയായിട്ടും. കാരണം കേരള സർക്കാർ ഇപ്പോൾ അതിന് നമ്മുടെ ഈ പാഠ്യ സമയം ഭേദഗതി എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ അത് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ ഈ നാക് വിസിറ്റിന് അല്ലെങ്കിൽ ICT വിസിറ്റിനൊക്കെ പോകുന്ന സമയത്ത് കാണാറുണ്ട്, പലയിടത്തും ഇങ്ങനെ പാഠ്യസമയം മാറ്റി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും പട്ടണങ്ങളിൽ നിൽക്കുന്ന കോളേജുകളിൽ കുട്ടികൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സമയക്രമം തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ അതത്ര വ്യാപകമായിട്ടില്ല, പക്ഷേ ആക്കേണ്ടി വരും. മുമ്പ് ഇവിടെ പഠിക്കാൻ ക്ലാസ് റൂം ഇല്ലാത്തതുകൊണ്ട് സ്കൂളുകളിൽ ഷിഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്കൂളുകളിലെ കുട്ടികളെ ഇതിന് ഇവിടുന്ന് അഡ്വൈസബിൾ അല്ല. ഒരു 18 വയസ്സ് കഴിയാത്ത കുട്ടികളെ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ശരിയല്ല. കാരണം അവർക്കതിനുള്ള പക്വതയില്ല. ഒന്ന്, രണ്ടാമത് അവർ മിസ്യൂസ്ഡ് ആയി പോകും നല്ലൊരു പങ്ക്. പക്ഷേ കോളേജുകളുടെ പാഠ്യസമയം എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ തലയിൽ അടിച്ചു കേൾപ്പിക്കുന്നതിന് പകരം അവരെ കുറച്ച് ജീവിക്കാനൂടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും മെച്ചം. നമ്മുടെ കുട്ടികൾ അത് പഠിക്കുന്നില്ല. നമ്മുടെ കുട്ടികൾ അത് പഠിക്കുന്നത് നാട് വിട്ടിട്ടാണ്. അതിന് പകരം എന്തിന് ഇത്രയും സമയം പഠിപ്പിക്കുന്നു? രാവിലെ ഒരു 9 തൊട്ട് 1 വരെ 4 മണിക്കൂർ തിയറി പഠിപ്പിച്ചാൽ തന്നെ ധാരാളം മതി. അത് വേണമെങ്കിൽ ശനിയാഴ്ചയും കൂടെ ആയിക്കോട്ടെ. 6 ദിവസം 4 മണിക്കൂർ വെച്ച് പഠിപ്പിച്ചാൽ 6 4 24 മണിക്കൂർ കിട്ടും. ഇപ്പോഴിവിടെ കോളേജുകളിൽ 30 മണിക്കൂറാണ്. 10 തൊട്ട് 4 വരെ 10 തൊട്ട് 4 വരെയുള്ള സമയത്തിൽ ആർട്സ് കോളേജുകളിൽ അവിടെ ഒരു ദിവസം 5 മണിക്കൂർ കിട്ടും. അവിടെ 25 മണിക്കൂർ കിട്ടുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ ദിവസം 9 തൊട്ട് 4 വരെയാണ് ഏകദേശ കണക്ക്. അപ്പം 7 മണിക്കൂറിൽ 6 മണിക്കൂർ പഠന സമയം കിട്ടും. അപ്പോൾ ഒരു ആഴ്ച 30 മണിക്കൂറാണ് കിട്ടുന്നത്. രാവിലെ മാത്രം നടത്തി 75 മണിക്കൂർ കിട്ടും. അത് ധാരാളം മതി. ഇപ്പോൾ 70 ദിവസത്തെ ക്ലാസ്സിനോ അല്ലെ 60 ദിവസത്തെ ക്ലാസ്സിന് വേണ്ടി 5 ദിവസം കൂടെ ക്ലാസ് കൂടിയാലും കുഴപ്പമില്ല. ഇത്രയും ദിവസം കുട്ടികൾക്ക് ഫ്രീ ആകാൻ പറ്റുന്നു, അവർക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുന്നു. ആ തൊഴിൽ ചെയ്യുന്ന വഴി ഒരു ഇൻകം ജനറേഷൻ മാത്രമല്ല, അവരുടെ ഒരു ഡിസിപ്ലിനിങ് കൂടെ അതിൽ നടക്കും. അപ്പോൾ ആ രീതിയിൽ പഠനക്രമം മാറ്റണം എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ തിയറി പഠിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പ്രായോഗികമായിട്ട് കുട്ടികൾക്ക് അതുകൊണ്ട് എന്ത് മൂല്യം കിട്ടുമെന്ന് എനിക്കറിയില്ല. തിയറി കുറച്ച് പഠിപ്പിച്ചിട്ട് അവരെ കുറച്ച് പ്രായോഗികമായിട്ടും, അതുപോലെ പ്രായോഗികമായിട്ടും അവർ പഠിക്കും. ഈ തൊഴിലൊക്കെ ചെയ്യുമ്പോൾ അവരതിൽ ചില പ്രായോഗിക കാര്യങ്ങളൊക്കെ പഠിക്കും. ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകണം. അത് രാജ്യം മൊത്തം പോകണം. ഇപ്പോൾ ഇന്നലെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് AICTയും SRM യൂണിവേഴ്സിറ്റിയും കൂടെ നടത്തിയ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഇന്നലെ എന്നെ ഒരു പാനലിസ്റ്റായിട്ട് സംസാരിക്കാൻ വിളിച്ചിരുന്നു. അപ്പം ഞാൻ അവിടെ പറഞ്ഞൊരു പ്രത്യേക കാര്യം എന്താണെന്നറിയാമോ? പഠന സമയം ഇങ്ങനെ കണ്ടമാനം പഠിപ്പിക്കുന്നതിന് പകരം കുട്ടികൾക്ക് കൂടുതൽ വാല്യൂ സിസ്റ്റം അവരിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളിലും ഒരു 7-8 വയസ്സ് വരെ ആകുന്നവരെയൊക്കെ കുട്ടികളെ കണ്ടമാനം ഒന്നും പഠിപ്പിക്കില്ല. ഒരു 5 വയസ്സ് വരെയൊക്കെ ആകുന്നതിന് വരെ അവരെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കും. ട്രാക്കിൽ, വെൽ-എയ്ഡ് ട്രാക്കിൽ വണ്ടി ഓടിപ്പിക്കാൻ പഠിക്കും. ആളുകളോട് എങ്ങനെ പൊളൈറ്റായിട്ട് സംസാരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തി താങ്ക് യു പറയാനും പ്ലീസ് പറയാനും ഒക്കെ എങ്ങനെ വേണം, എങ്ങനെയാണ് മറ്റുള്ളവരുടെ വികാരത്തെ ഹർട്ട് ചെയ്യാതെ സംസാരിക്കാൻ പഠിക്കുക. ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. ഇതൊക്കെ നമ്മൾ ആദ്യം അവരെ പഠിപ്പിക്കണം. ആദ്യം സിമ്പിൾ ലൈഫ് സ്കിൽസ് പഠിപ്പിച്ചിട്ട് ഈ അക്ഷരങ്ങളൊക്കെ ഒരു 6-7 വയസ്സ് കഴിഞ്ഞ് പഠിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഒരു അബദ്ധവും ഇല്ല. അവർ ഓറലായിട്ട് കേൾക്കുന്നുണ്ടല്ലോ, കേട്ട് പഠിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ പാഠ്യപദ്ധതിയെ തന്നെ മാറ്റേണ്ടതാണ്. ഇപ്പോൾ ചൈൽഡ് പ്രൊഡിഗീസിനെ ഉണ്ടാക്കുക, അതായത് 6 വയസ്സിലോ 7 വയസ്സിലോ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും പേര് കാണാതെ പഠിച്ച് പറയുന്ന അത്ഭുതങ്ങളൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയുള്ളവരൊന്നും ജീവിതത്തിൽ ആത്യന്തികമായിട്ട് വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഓവർലോഡ് ചെറുപ്പത്തിലേ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓവർലോഡ് കയറിയ വണ്ടിയെ പോലെയാണ്, കുറച്ച് കഴിയുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആവും. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടേ നമ്മൾ അവരെ ലോഡ് ചെയ്യാവൂ. അവർ ജീവിതം കൂടി പഠിക്കണം. ആ രീതിയിലേക്ക് നമ്മുടെ പാഠ്യപദ്ധതികൾ ഇപ്പം തന്നെ നോക്കൂ. എല്ലാ കുട്ടികൾക്കും അവരെന്താ ചെയ്യുന്നത്? പരീക്ഷയുടെ 2 ദിവസം മുന്നേ ഇരുന്ന് കുറച്ച് മക്കപ്പ് ചെയ്ത് പോയി പേപ്പറിൽ എഴുതും. അങ്ങനെയല്ല വേണ്ടേ. പഠനം കൗതുകകരവും ആഹ്ലാദകരവും. എന്നോട് മുമ്പേ ചോദിക്കുകയുണ്ടായി, മുമ്പ് പഠിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് ഓർത്തിരിക്കാൻ പറ്റുന്നത്? അതിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്. ആ ഇൻട്രസ്റ്റ് കുട്ടികൾക്ക് ഉണ്ടാകണം. ആ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ മെമ്മറി എന്ന് പറയുന്ന ഒരു കുപ്പി പോലെയാണ്. അതിൻ്റെ അടപ്പ് ഭാഗം വളരെ ചുരുങ്ങിയതാണ്. അതിനകത്തൂടെ കൃത്യമായിട്ട് കുപ്പിക്കകത്ത് വീണാലേ സംഭരിക്കപ്പെടുകയുള്ളൂ. പക്ഷെ നമ്മുടെ കുട്ടികളിലേക്ക് പോകുന്ന നല്ലൊരു പങ്ക് വിജ്ഞാപനം അടപ്പിന് പുറത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അവരുടെ ഉള്ളിലേക്ക് അത് സംഭരിക്കപ്പെടുന്നില്ല. അത് സംഭരിക്കപ്പെടണമെങ്കിൽ
അവരിൽ കൃത്യമായ ഇൻട്രസ്റ്റ് ഉണ്ടാകണം. അപ്പോൾ ഏതെങ്കിലും തൊഴിൽ അവർ ചെയ്യുമ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് ആ തൊഴിൽ സംബന്ധമായിട്ട്, ഇപ്പോൾ ഇവിടെ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കഞ്ചിക്കോടുള്ള ഒരു ഇൻഡസ്ട്രീസിൽ കുറച്ച് സമയമെങ്കിലും ദിവസം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവനിത് പഠിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് കോളേജുകളിലും മറ്റുമൊക്കെ കുറച്ച് നാൾ തൊഴിൽ ചെയ്തിട്ട് വന്ന് പഠിക്കുന്ന കുട്ടികൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കും. വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും തൊഴിൽ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് പഠിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അവർ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കും. അപ്പോൾ അത് ആ തൊഴിൽ അവനിലുണ്ടാക്കുന്ന ഒരു മാറ്റമാണ്. അതെ, തീർച്ചയായിട്ടും. ഇന്നത്തെ അധ്യായം എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും ഉപകാരപ്രദമായി, അവരെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും, ഇഷ്ടമായി എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ഡോക്ടർ മഹാദേവൻ പിള്ള സാറാണ്. സർ, താങ്ക് യു സോ മച്ച്. നന്ദി. സോ മച്ച്. നന്ദി. സോ മച്ച്. നന്ദി.